എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എസ്തർ രാജ്ഞിയുടെ കഥയാണ്. പേർഷ്യ സാമ്രാജ്യത്തിലെ തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായി എന്ന ഒരു നാട് കടത്തപ്പെട്ട യഹൂദൻ താമസിച്ചിരുന്നു. ഒരു ദിവസം മൊർദെഖായി ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു ഞെട്ടി ഉണർന്നു. മൊർദെഖായി വിചാരിച്ചു കുറച്ചു നേരം നടക്കാന്ന്. അപ്പോൾ മൊർദെഖായി നടന്ന് അവിടെ രാജഭടന്മാരൻ നിൽക്കുന്നത് കണ്ടു. അവർ പറയുന്നത് കേൾക്കാൻ മൊർദെഖായി ഒരു സ്ഥലത്ത് ഒളിഞ്ഞു നിന്നു. അപ്പോൾ രാജഭടന്മാർ പറഞ്ഞു, നാളെ രാജാവ് മരിക്കാൻ പോവുകയാണ്. ഈ വിഷം നല്ല ശക്തിയുള്ള വിഷമാണ്. നാളെ പ്രഭാത ഭക്ഷണത്തിൽ ഞാൻ ചേർക്കും. അതിനുള്ളിൽ രാജാവ് മരിക്കും എന്നാണ് രാജഭടന്മാർ പറഞ്ഞത്. അവരെടുത്ത് രാജാവിനെ കൊല്ലാൻ പറഞ്ഞത് ഹാമാനായിരുന്നു. രാജാവിന്റെ ഉപദേശങ്ങൾ ഹാമാനായിരുന്നു. അപ്പോൾ മൊർദെഖായി ഉടൻ തന്നെ രാജാവിൻ്റെ അടുത്ത് ആ കാര്യം പോയി പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവരെ രണ്ടുപേരെയും കെട്ടിത്തൂക്കുക. വഞ്ചകരെ എങ്ങനെയാ കൊല്ലുന്നതെന്ന് ആളുകൾ കാണട്ടെ, കൊണ്ടുപോകുമെന്നാണ് രാജാവ് പറഞ്ഞത്. അപ്പോൾ രാജാവ് മൊർദെഖായി എടുത്തു പറഞ്ഞു, നന്ദി മൊർദെഖായി. എന്നിട്ട് നന്ദി പറഞ്ഞിട്ട് 10 താലന്ത് സ്വർണവും കൊടുത്ത് മൊർദെഖായി ഇനി ഒരിക്കലും നികുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാജകൊട്ടാരത്തിൽ പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന ദിവസം വന്നു. അപ്പോൾ മൊർദെഖായി ഉടൻ തന്നെ എസ്തറിന്റെ അടുത്ത് ആ കാര്യം പോയി പറഞ്ഞു. അപ്പോൾ മൊർദെഖായി പറഞ്ഞു, നാളെ പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്, നീ അവിടെ ചെല്ലണമെന്ന് മൊർദെഖായി എസ്തറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എസ്തർ പറഞ്ഞു, ശരി പിതാവേ, ഞാൻ നാളെ ചെല്ലാമെന്നും പറഞ്ഞു. അപ്പോൾ എസ്തർ രാവിലെ രാജകൊട്ടാരത്തിൽ പോയി. അപ്പോൾ എല്ലാ സുന്ദരികളായ സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സുന്ദരികളായ പെണ്ണുങ്ങളും ആഭരണങ്ങൾ ധരിച്ചിരുന്നു. പക്ഷേ എസ്തർ ആഭരണങ്ങളില്ലാതെയായിരുന്നു വന്നത്. അപ്പോൾ ആഭരണങ്ങൾ ഉള്ള എല്ലാവരെയും രാജാവ് തള്ളിക്കളഞ്ഞു. പക്ഷേ ആഭരണങ്ങളൊന്നും ഇല്ലാതിരുന്ന എസ്തറിനെ രാജാവിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എസ്തറും രാജാവും കൂടെ വിവാഹം കഴിച്ചു. അപ്പോൾ എസ്തർ രാജ്ഞിയായി. അപ്പോൾ ഹാമാൻ യഹൂദരെ കൊല്ലാൻ ഒരു പദ്ധതി ഇട്ടു. അപ്പോൾ മൊർദെഖായി എസ്തറിന് ഒരു കത്ത് എഴുതി കൊടുത്തു. അപ്പോൾ മൊർദെഖായി പറഞ്ഞു, മോളെ, നമ്മുടെ ജീവൻ അപകടത്തിലാണ്. നീ ഇപ്പോൾ രാജാവിൻ്റെ അടുത്ത് ആ കാര്യം പോയി പറഞ്ഞില്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും മരിക്കുമെന്നാണ് മൊർദെഖായി കത്തിലെഴുതിയത്. അപ്പോൾ എസ്തർ ധൈര്യത്തോടെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രഭു, എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്താണ് പ്രിയെന്ന് പറഞ്ഞു. അപ്പോൾ എസ്തർ പറഞ്ഞു, എനിക്കൊരു വിരുന്നൊരുക്കണം പ്രഭു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി പ്രിയെന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ എസ്തർ പറഞ്ഞു, നിങ്ങൾ ഈ ഹാമാനെയും കൂടെ കൂട്ടണമെന്നും പറഞ്ഞു. അപ്പോൾ എസ്തർ പറഞ്ഞു, ഞാൻ പോയി വിരുന്നിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു പറഞ്ഞു. അപ്പോൾ രാജാവും വിരുന്നിന് വന്നു, ഹാമാനും വന്നു.
അപ്പോൾ രാജാവ് പറഞ്ഞു, വിരുന്ന് കൊള്ളായിരുന്നു പ്രിയേന്നും പറഞ്ഞു. അപ്പോൾ എസ്തർ പറഞ്ഞു, അങ്ങേക്ക് കനിവുണ്ടെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് എസ്തർ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്തു പറ്റി പ്രിയെന്ന് ചോദിച്ചു. അപ്പോൾ എസ്തർ പറഞ്ഞു, നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം മരിക്കാൻ പോവുകയാണ്. അങ്ങ് സ്നേഹിച്ച മൊർദെഖായി പോലും നാളെ മരിക്കാൻ പോവുകയാണ് എന്ന് എസ്തർ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ആർക്കാണ് അന്ന് ധൈര്യമെന്നും പറഞ്ഞു. അപ്പോൾ എസ്തർ പറഞ്ഞു, ഈ ആൾക്കാണ് ഈ ഹാമാൻ എന്നും പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവും എസ്തറും യഹൂദരും സുഖമായി ജീവിച്ചു. നന്ദി, നമസ്കാരം.